പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കണ്ട വീഡിയോ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തില് അങ്ങ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ച ഒരു സംഭവത്തിന്റെ വീഡിയോ ആണിത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ കേരളത്തില് നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്ര വലിയ സ്വാതന്ത്ര്യം ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ഈസ്റ്റർ ദിനത്തില് ഈ അഹമ്മദാബാദിലെ ഒരു ചർച്ചിൽ പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥന സ്ഥലത്തിലേക്ക് ഈ ഹിന്ദു സംഘടനയായിട്ടുള്ള VHPയും അതുപോലെ തന്നെ ബജറംഗ് ദളും അവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തിലേക്ക് കടന്നു ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും ഇറക്കി വിടുന്ന ഒരു വീഡിയോ ആണിത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. फोन कर हिंदू છે સાઈડમાં આવી જાઓ. આ બે હિન્દુ લાગે છે, કોઈ હિન્દુ છે જોવાથી ખબર પડે. સાડી વાળા जितने हिंदू सब साइड में आ जाओ. सिंदूर तिलक ने माथे ओढ़વાની પ્રથા હિન્દુમાં જ છે, બીજા કોઈ ક્રિશ્ચિયનમાં નહીં. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഹിന്ദു സംഘടനകൾ ഒരു ന്യായീകരണമായിട്ട് വന്നു. അതായത് ഗുജറാത്തിൽ വ്യാപകമായിട്ട് ഹിന്ദുക്കളെ ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളൊരു വലിയ ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചിലേക്ക് വരികയും അവിടെ ഒരുപാട് ഹിന്ദുക്കൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളൊരു ന്യായീകരണമാണ് ഈ സംഘടനകൾ പറഞ്ഞത്. നമുക്ക് ആ സംസാരം കേൾക്കുന്ന സമയത്ത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ അവർ വിളിക്കുന്നുണ്ട്, വെളിയിലേക്ക് പോകാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് നമുക്ക് അതിൽ കേൾക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് ആളുകൾ ക്രിസ്ത്യൻ മതം വിശ്വസിക്കുകയും ആ മതത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം എല്ലാ ആളുകൾക്കും ഉണ്ട്. അതനുസരിച്ച് ഏത് മതത്തെ വിശ്വസിക്കാനും ആ മതത്തിൽ ചേരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കുറച്ചു കാലങ്ങളായിട്ട് അത്തരത്തില് ഒരു മതത്തിൽ വിശ്വസിക്കുവാനോ ആ മതത്തിൽ ചേരുന്നതിനോ വലിയ എതിർപ്പുകളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് വലിയ എതിർപ്പുകൾ ഉണ്ടാവുന്നത്. അതിനെയൊക്കെ തരണം ചെയ്താണ് അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ സുവിശേഷന്മാർ പ്രവർത്തിക്കുകയും ഇത്തരം ആളുകൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്ന് ഗുജറാത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് വലിയ പരാതികൾ ഉന്നയിക്കുകയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് പോലീസ് കേസെടുക്കുമെന്നാണ് ക്രിസ്ത്യൻ സംഘടനകളൊക്കെ വിചാരിച്ചത്. എന്നാൽ ഒരു കാരണവശാലും അവിടുത്തെ പോലീസുകാർ കേസെടുത്തില്ല. ഈ ഒരു സംഭവത്തെ നിസ്സാരവൽക്കരിച്ച് വിടുകയാണ് ചെയ്തത്. അതായത് വ്യാപകമായിട്ട് ഇങ്ങനെ ആളുകളെ മതം മാറ്റുവാനുള്ള ശ്രമം ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പ്രതിഷേധമാണ് ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന്റെ വാദം. അത് അവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകൾ മുഖവിലക്കെടുത്തില്ല. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് വന്ന് പോലീസ് സ്റ്റേഷനിൽ നടത്തിയത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വലിയ ഗുണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. അതായത് കാസ ഉൾപ്പെടെ ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. എന്നാൽ ഇവരാരും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ കുറിപ്പ് പോലും ഇറക്കുവാൻ ആരും തുനിഞ്ഞില്ല എന്നുള്ളത് വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.
നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കേട്ട ഒരു കാര്യമാണ്, ജോസ് പാപ്പച്ചനും ഭാര്യയും ഇതുപോലെ ഉത്തർപ്രദേശിൽ ജയിലിലായി. പിന്നീട് അവർക്ക് ജാമ്യം ലഭിച്ചു. അവരുടെ മുകളിൽ ചാർത്തപ്പെട്ട കുറ്റം നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും, അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തുന്നത് തടയാൻ വേണ്ടി പ്രത്യേക ബില്ല് അവർ അവതരിപ്പിച്ച് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അത് വലിയ കുറ്റമായിട്ട് അവിടെ കണക്കാക്കപ്പെടുകയും അങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് വളരെ കടുത്ത ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് തുടർന്നുള്ള സമയങ്ങളിൽ ഇതുപോലെ സുവിശേഷം പറയുന്ന ആളുകൾ വലിയ വെല്ലുവിളി ഇന്ത്യയിൽ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ അംഗബലം കൊണ്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും, അതായത് ഭരണത്തില് പ്രത്യേകിച്ച് സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, ക്രിസ്ത്യൻ സഭകളുണ്ട്. ഇവരാരും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. അവർക്ക് കൂടുതലായിട്ടുള്ള താല്പര്യം സ്കൂളുകൾ നടത്താനും ഹോസ്പിറ്റലുകൾ നടത്താനും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങിച്ച് വലിയ വലിയ കെട്ടിടങ്ങൾ വെക്കുവാനും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുവാനും അവർക്ക് താല്പര്യമുള്ള ആളുകളെ മന്ത്രിമാരാക്കാനും ഒക്കെ ഉള്ള പ്രത്യേക താല്പര്യങ്ങളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു അനുകൂല സാഹചര്യം ഇന്ത്യയിൽ ഉടലെടുത്ത് വരണമെന്നുള്ള ആഗ്രഹം അവർക്കില്ല. അതായത് സുവിശേഷം അറിയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും. അതിനെതിരെ പ്രതികരിക്കാനോ അങ്ങനെയുള്ള സാഹചര്യം മാറ്റിയെടുക്കാനുള്ള ഒരു താല്പര്യവും ഇവരാരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കേരളത്തിലേക്ക് വരുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വലിയ സ്വീകാര്യത ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സംഘടനകളും നൽകുന്നുണ്ട്. മാതാവിന് ഒരു സ്വർണ്ണ കിരീടമോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കുരിശോ സമ്മാനിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സഭയ്ക്കും സംഘടനകൾക്കും പ്രിയപ്പെട്ടവരായി മാറും. ഇവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കാണിക്കുന്ന ഇത്തരം വൃത്തികേടുകളെ കുറിച്ച് ഇവിടെയുള്ള ആളുകൾ ആരും മിണ്ടുന്നില്ല എന്നുള്ളത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, മണിപ്പൂരില് ക്രിസ്ത്യാനികൾ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ എല്ലാവർക്കും അറിയാം. എത്രയോ ക്രിസ്ത്യൻ സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്, എത്രയോ ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളാണ് അനാഥരാക്കപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ഇടയിലുണ്ടാവുന്ന അത്തരം കാര്യങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തുവാൻ എത്ര ക്രിസ്ത്യൻ സംഘടനകൾ അല്ലെങ്കിൽ എത്ര ക്രിസ്ത്യ സഭകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത്തരം സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ കാര്യം പ്രത്യേകിച്ച് കഷ്ടത്തിലാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ക്രിസ്തു എല്ലാ ആളുകളിലും പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു രാജ്യം ആയിത്തീരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ ഇവിടെയുള്ള പാസ്റ്റർമാർക്കും ഇവിടെയുള്ള ആളുകൾക്കും ഒക്കെ വിദേശത്ത് പോയി സുവിശേഷം അറിയിക്കുന്നതിനോടാണ് കൂടുതലായിട്ടുള്ള താല്പര്യം. ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്കോ പോയി കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും. അതാകുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കും. അങ്ങനെയുള്ള താല്പര്യമാണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ഒരുപാട് ചെറിയ സംസ്ഥാനങ്ങളിലും ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം അറിയിക്കുന്ന ഒരുപാട് പാവപ്പെട്ട സുവിശേഷകരുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാവുന്നത്. അവര് അത്തരം പീഡനങ്ങൾക്ക് ഇരയായാലും അവരുടെ സുവിശേഷ വേല തുടർന്നും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തു അവരെ പഠിപ്പിച്ചിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ്. അപ്പോൾ ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ എല്ലാവരിലും സ്നേഹം പറന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, അതായത് ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഈ സുവിശേഷ വേല ചെയ്തുകൊണ്ടേയിരിക്കും. സുവിശേഷം അറിയിക്കേണ്ട ആളുകളെ മുഴുവനായിട്ട് ഇന്ത്യയിൽ എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാലും അവരെ എല്ലാം അറിയിക്കും. അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു സംശയവും ഒരു സംഘടനയ്ക്കും വേണ്ട. ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.